السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അടുത്ത 44-ാമത്തെ കിതാബാണ്. വഴക്ക് ആയി ബന്ധപ്പെട്ട കിതാബാണ് കിതാബുൽ ഖുസൂമാത്ത്. ആളുകൾ തമ്മിൽ തല്ലുന്നത് അല്ലെങ്കിൽ വഴക്കൂടുന്നത്. ആളുകളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള വഴക്കിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മായുദ്കറു ഫിൽ ഇശ്ഹാസി വൽ ഖുസൂമത്തി ബൈനൽ മുസ്ലിമി വൽ യഹൂദി. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ഒരു മനുഷ്യൻ ഇന്ന ആയത്ത് ഓതുന്നത് കേട്ടു. ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്തായിരുന്നു അത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു രീതിയിലാണ് അത് ഓതുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഓത്തിലൊരു വ്യത്യാസം. അപ്പോൾ ഞാൻ അയാളുടെ കയ്യിൽ പിടിച്ചു, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ശരിയാകുന്നു. ഷോബ അതിൻ്റെ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, എനിക്ക് തോന്നുന്നത് അദ്ദേഹം അവരോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്, നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ആവരുത്. കാരണം നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾ പല രീതിയിലും അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏർപ്പെട്ട് തമ്മിൽ തല്ലി നശിച്ചു പോയി, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ കാരണങ്ങളാൽ. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വഴക്കുണ്ടാക്കാൻ നടക്കരുത്, അല്ലെങ്കിൽ അത് ഞാനാണ് ശരി എന്ന് സ്ഥാപിക്കാനും നോക്കരുത്. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ടുപേരും ശരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരാൾ തെറ്റായി ഓതുന്ന കേട്ടാൽ അതിനെ ചോദ്യം ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരാൾ വേറൊരു രീതിയിൽ ഓതുന്നുണ്ടെങ്കിൽ അതും ശരിയായ രീതിയാണ് എന്ന് മേലിൽ നിന്ന് മനസ്സിലാക്കാം. സമയത്തു അബ്ദുല്ലാഹി യഖൂലു സമയത്തു റജുലൻ ഖറഅ ആയതൻ സമയത്തു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫഹാ ഫഅഖദതു ബിയദിഹി ഫഅതൈതു ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല കീലകുമ മുഹ്സിനുൻ. ഖാല ശുഅബതു അളുന്നുഹു ഖാല ലാ തഖ്തലിഫു ഫഇന്ന മൻ കാന ഖബ്ലകും ഇഖ്തലഫു ഫഹലകു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, രണ്ട് ആളുകൾ, ഒരു മുസ്ലിം ഒരു യഹൂദനുമായിരുന്നു. അവർ തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ മുസ്ലിം പറഞ്ഞു, ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാവരേക്കാളും മഹത്വം കൊടുത്തത്? അപ്പോൾ അള്ളാഹുവിനെ വെച്ചിട്ട് സത്യം ചെയ്യണം, അള്ളാഹുവാണ് സത്യം എന്ന്. അപ്പോൾ യഹൂദി പറഞ്ഞു, ആരാണോ മൂസാക്ക്, അതായത് മൂസ അലൈഹി ഇസ്ലാമിന് മറ്റുള്ള മനുഷ്യരെക്കാൾ മഹത്വം കൊടുത്തത്, അപ്പോൾ അയാളും പറയുകയാണ് അള്ളാഹുവാണ് സത്യം. പക്ഷേ ഒരാൾ പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം കൊടുത്ത അള്ളാഹുവാണ് സത്യം. മറ്റേ ആൾ പറയുന്നു, യഹൂദി പറയുന്നു, മൂസ അലൈഹി ഇസ്ലാം എല്ലാ മനുഷ്യരെക്കാളും മഹത്വം കൊടുത്ത അള്ളാഹുവാണ് സത്യം. അത് കേട്ടപ്പോൾ മുസ്ലിമിന് സഹിച്ചില്ല. അയാൾ യഹൂദിയെ കൈ ഉയർത്തി അടിച്ചു. യഹൂദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പരാതിയായിട്ട് ചെന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ വിളിപ്പിച്ചു, ആളെ വിട്ട്, എന്നിട്ട് അയാളുടെ ഭാഗം വിശദീകരിക്കാൻ പറഞ്ഞു. അപ്പോൾ മുസ്ലിം അയാളുടെ ഭാഗം വിശദീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസ അലൈഹി ഇസ്ലാമിനേക്കാളും മഹത്വം എനിക്ക് കൽപ്പിക്കരുത്. അതായത് മറ്റുള്ള ആളുകൾ, ഇപ്പോൾ യഹൂദന്മാരിൽ ക്രിസ്ത്യാനികളൊക്കെ ആയിട്ട് നമ്മൾ തർക്കത്തിലോ വാഗ്വാദത്തിലോ അല്ലെങ്കിൽ മത ചർച്ചകളിലൊക്കെ ഏർപ്പെടുമ്പോൾ എൻ്റെ നബിയാണ് വലുത് അല്ലെങ്കിൽ നിൻ്റെ നബി ചെറുതാണ് എന്നൊന്നും പറയാൻ നിൽക്കരുത് എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം അഫ്ളലുൽ മഖ്ലൂഖീൻ, ഏറ്റവും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണെന്നും സകല മനുഷ്യരിലും ഏറ്റവും മഹാനാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിമാരുടെ അമ്പിയാക്കളുടെ നേതാവാണെന്നും മിഅ്റാജ് ഇസ്രായിൻ്റെ രാത്രികളിൽ അവർ ഇമാമായി നിന്ന് നമസ്കരിക്കുക വരെ ചെയ്തിട്ടുണ്ട് റസൂല്. അപ്പോൾ എല്ലാ നബിമാരുടെയും നേതാവാണ്, എല്ലാ നബിമാരേക്കാളും ശ്രേഷ്ഠനുമാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ ഈസ അലൈഹി ഇസ്ലാം തീരെ ചെറുതാണ്, അതിനേക്കാൾ ഒരുപാട് വലുതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആമന റസൂലിൽ അത് കൃത്യമായി പറഞ്ഞിട്ടും ഉണ്ട്. ആമന റസൂൽ എന്ന് പറഞ്ഞാൽ ഖവാത്തീമുൽ ബഖറ എന്നാണ് പറയുക. അത് ബഖറയുടെ അവസാനം, ഖത്തം, ഖവാത്തീം. ബഖറ തീരുന്ന അവസാനത്തെ 3 ആയത്തുകളാണ് ആമന റസൂൽ എന്ന് പറയുന്നത്. അതിലുള്ളതാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, നമ്മൾ പ്രവാചകന്മാരുടെ ഇടയിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ വലുത് ചെറുത്, വലിയ നബി ചെറിയ നബി അങ്ങനെയൊന്നുമില്ല. സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഉലുൽ അസ്മി മിനർ റുസുൽ എന്ന് പറഞ്ഞാൽ 5 പേരാണ്. അവരാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞാൽ റസൂലന്മാരാണ്, അത് കഴിഞ്ഞാൽ നബിമാരാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് റസൂൽ പറഞ്ഞു, മൂസയുടെ മേളിൽ എന്നെ പൊക്കി പറയരുത്,
അല്ലെങ്കിൽ എനിക്ക് മൂസായേക്കാളും മഹത്വം തരരുത്. കാരണം ഖിയാമത്ത് നാളിൽ ലോകം എല്ലാം അവസാനിച്ച് ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന സമയമാകുമ്പോൾ അപ്പോൾ എല്ലാവരും ബോധം കെട്ട് അല്ലെങ്കിൽ മരിച്ചു കിടക്കുകയാണ്. ഞാനും അതിലൊരാളായിരിക്കും. എന്നിട്ട് ആദ്യമായി ബോധം വീഴുന്നത് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യൻ ഞാനായിരിക്കും. സകല മനുഷ്യരിലും ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്നത് ഖിയാമത്ത് നാളിൽ. അടുത്ത പ്രാവശ്യം ഇസ്രാഫീൽ സൂർ എന്നുള്ള കുഴലിൽ ഊതുമ്പോൾ ആദ്യത്തെ ശബ്ദം കേട്ട് നമ്മളെല്ലാവരും മരിച്ചു വീഴുകയോ അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുകയോ ചെയ്യും. രണ്ടാമത്തെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് വരും. അപ്പോൾ ആദ്യമായി എഴുന്നേൽക്കുന്നത് റസൂലായിരിക്കും. അപ്പോൾ കുഴൽ ഊതുന്നതിന് മുമ്പായിരിക്കാം, അതല്ലെങ്കിൽ കുഴൽ ഊതുമ്പോൾ ആദ്യം റസൂൽ എണീക്കുമായിരിക്കും, പിന്നീടായിരിക്കും നമ്മളൊക്കെ എണീക്കുന്നത്. എങ്ങനെയായാലും മനുഷ്യരിൽ ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞാനാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അർശ് അല്ലെങ്കിൽ സിംഹാസനം അതിൻ്റെ കാലിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതായി ഞാൻ കാണും. അപ്പോൾ അത് അവിടെ വേറെ മനുഷ്യരൊന്നും ഇല്ല, ജീവജാലങ്ങൾ ഇല്ല. അള്ളാഹുവിൻ്റെ അർശും സിംഹാസനവും മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാലിലോ വരിപ്പിലോ അരികിലോ എവിടെയോ അള്ളിപ്പിടിച്ച് പേടിച്ച് ഇരിക്കുന്ന മൂസ അലൈഹിസ്സലാമിനെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഉണ്ട്. അതിനെപ്പറ്റി പല ഇമാമിങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയില്ല മൂസായും ബോധം കെട്ടിരുന്നോ ഇല്ലയോ, അതായത് മൂസ ബോധം കെട്ട് വീഴാതെ ഇരുന്നതാണോ അതോ എന്നേക്കാളും മുമ്പ് എഴുന്നേറ്റോ, ഇതൊന്നും എനിക്ക് അറിയില്ല. അതോ അള്ളാഹു അദ്ദേഹത്തിനെ ആ അസ്സഈഖ എന്ന് പറയുന്ന ആ മഹത്തായ ആ സംഭവം ലോകാവസാനത്തിൻ്റെ, അതായത് ബോധം കെട്ട് എല്ലാവരും വീഴുന്നതിൽ മരിച്ചു വീഴുന്ന ആ സംഭവത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മൂസ അലൈഹി സ്വലാമിന് അസ്സഈഖ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ നിനക്ക് എന്നെ ജീവനോടെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ കേൾക്കൂല, വീണ്ടും വാശി പിടിക്കും. അപ്പോൾ പറയാം എൻ്റെ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ നൂറിൻ്റെ ഒരു അംശം ഞാൻ ആ കാണുന്ന മലയുടെ മുകളിലേക്ക് ഇറക്കും. ആ മല അവിടെ തന്നെ ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാം എന്ന് പറയും. ശരി എന്ന് പറയും. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു അംശം വളരെ കുറച്ചെന്തോ ചിലർക്ക് 70,000 എന്നൊക്കെ പറയുക, അള്ളാഹു ആലം, അത് ആ മലയിലേക്ക് വരും. മല അത് താങ്ങാൻ പറ്റാതെ വിധേയത്വം കാരണം, വിനീതത്വം കാരണം ഭൂമിയിലേക്ക് ആഴ്ന്നു പോകും, പൊടിഞ്ഞ് ഇല്ലാതെയായി പോകും. അതായത് മലയ്ക്ക് അള്ളാഹുവിന് മുമ്പിൽ പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ അതിനതിന് ശക്തിയില്ല, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് വിധേയപ്പെട്ടുകൊണ്ട് സ്വയം ഇല്ലാതെയായിപ്പോയി മല. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം ഹർറ മൂസ സഅഖ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം ബോധം കെട്ട് വീണു. അപ്പോൾ മൂസ അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരു പ്രാവശ്യം അതിഭയങ്കരമായ രീതിയിൽ ബോധം കെട്ട് വീണിട്ടുള്ളത് കൊണ്ട് മൂസ അലൈഹിസ്സലാമിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതാണോ എന്നെനിക്കറിയില്ല, അതല്ലെങ്കിൽ എന്നേക്കാളും മുമ്പ് എഴുന്നേറ്റോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാനാണ് ലോകാവസാനത്തിൽ ആദ്യമായി എഴുന്നേൽക്കുന്ന ആൾ. എന്നിട്ട് പോലും ഞാൻ നോക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം സിംഹാസനത്തിൻ്റെ അരികിലെവിടെയോ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കാണും. അപ്പോൾ അതുകൊണ്ട് എന്നെ മൂസായേക്കാളും മഹത്വപ്പെടുത്തരുത്. റസൂലിൻ്റെ ഒരു വിനയമാണ് കാണിക്കുന്നത്. عن أبي هريرة رضي الله عنه قال استب رجلان رجلا من المسلمين ورجلا من اليهود فقال المسلم والذي اصطفى محمدا على العالمين فقال اليهودي والذي اصطفى موسى على العالمين فرفع المسلم يده عند ذلك فلطم وجه اليهودي فذهب اليهودي إلى النبي صلى الله عليه وسلم فأخبره بما كان من أمره وأمر المسلم فدعا النبي صلى الله عليه وسلم المسلم فسأله عن ذلك فلا تخيروني على موسى فإن الناس يساقون يوم القيامة فساق معهم فأكون أول من يفيق فإذا موسى باطش جانب العرش فلا أدري أكان في من سائق فأفاق قبلي أو كان ممن استثنى الله. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇരിക്കുകയായിരുന്നു. ഒരു യഹൂദൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലേ അബുൽ ഖാസിമിൻ്റെ പിതാവേ. ഇത് അവരുടെ കുനിയ എന്ന് പറയും. അറബികളുടെ ഇടയിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു വെളിപ്പേര് സംവിധാനമാണ് ആളുടെ മക്കളുടെ പേരിൽ വിളിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന ആളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഒരു സഹാബി അല്ലെങ്കിൽ ഒരു സഹചാരി എന്നെ മുഖത്ത് അടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്തിനാ. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അയാൾ അൻസാരിൽ നിന്നുള്ള ഒരാളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ട് വിളിപ്പിച്ചു. ആൾ വന്നു കഴിഞ്ഞപ്പോൾ ആളോട് ചോദിച്ചു, നീ യഹൂദിയെ തല്ലിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ഉവ്വ എന്ന് മറുപടി പറഞ്ഞു. ഞാൻ അയാൾ ഒരു സത്യം ചെയ്യുന്നത് കേട്ടു. അവനാണ് ആരാണോ മൂസായ്ക്ക്
സകല മനുഷ്യരുടെയും മേളിൽ മഹത്വം കൊടുത്തത് അവനാണ് സത്യം എന്ന് ചെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പം ഞാൻ ചോദിച്ചു, എടാ ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ മണ്ട, അള്ളാഹു എങ്ങനെയാണ് മൂസായ്ക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും മഹത്വം കൊടുക്കുന്നത്? അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അവൻ്റെ മുഖത്തിൻ്റെ അടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പ്രവാചകന് മറ്റൊരു പ്രവാചകൻ്റെ മേൽ മഹത്വം കൽപ്പിക്കരുത്. ഇത് ഏകദേശം ആമന റസൂൽ പറഞ്ഞതുപോലെ തന്നെ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒറ്റ പ്രവാചകന്മാർക്കിടയിലും നമ്മൾ വ്യത്യാസം കൽപ്പിക്കുകയില്ല. അതാണ് നമ്മളുടെ പ്രത്യേകത. റസൂൽ പറയാണ്, ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനേക്കാൾ ഔന്നിത്യം കൽപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കൂടുതലാണ് എന്ന് പറയാൻ പാടില്ല. കാരണം ഖിയാമത്ത് നാളിൻ്റെ അന്ന് ഉയർത്തെഴുന്നേൽപ്പ് നടക്കുമ്പോൾ എല്ലാ മനുഷ്യരും ബോധമില്ലാതെ കിടക്കുകയായിരിക്കും. അപ്പോൾ ഞാനായിരിക്കും അതിൽ നിന്ന് ആദ്യമായി ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആൾ. ഞാനപ്പോൾ കാണും മൂസ അവിടെ നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തൂണുകളിൽ ഒരു തൂണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അറിയില്ല മൂസ ബോധം കെട്ട് വീണോ ഇല്ലയോ എന്ന്, അതോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബോധം കെടൽ അതിന് മതിയായിരുന്നോ എന്ന്. അതായത് നമ്മൾ ഖുർആനിൽ ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഹദീസിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫഹറ മൂസ സായിഖ, മൂസ അലൈഹി സ്വലാം ബോധം കെട്ട് വീണു. അപ്പോൾ മൂസ അലൈഹി സ്വലാം ജീവിതത്തിൽ ഒന്ന് ബോധം കെട്ട് വീണിട്ടുണ്ട്. അതിഭയങ്കരമായ ബോധം കെടലല്ല, നമ്മൾ ബോധം കെടുന്ന പോലെയുള്ള ചെറിയ ബോധം കെടലൊന്നുമല്ല. അതുകൊണ്ട് ആളെ ഒഴിവാക്കിയോ അതോ ആൾ ബോധം കെട്ട് വീണില്ലയോ ഇതൊന്നും എനിക്ക് അറിയില്ല. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇത് എന്ന് പറയുന്നത് മൂസ അലൈഹിസ്സലാം ഒരിക്കൽ ബോധം കെട്ട് വീണ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭവം ആകുന്നു. അദ്ദേഹം അള്ളാഹുവിനെ കാണണം എന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹം ഒരു പർവ്വതത്തിന് സമീപമായിരിക്കുകയും ചെയ്തപ്പോൾ എന്ന് പറഞ്ഞ് പോകുന്ന കഥ, അത് ഖുർആനിലെ 7-ാമത്തെ സൂറത്ത് 143-ാമത്തെ ആയത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു പ്രത്യേക സമയം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അള്ളാഹു അപ്പോയിൻമെൻ്റ് കൊടുക്കും. ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് പറയും, ഇത് ഇത്ര മണിക്ക് ഇത്ര സമയത്ത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഉണ്ടാവണം, അള്ളാഹുമായിട്ട് സംസാരിക്കാനാണ്, അപ്പോയിൻമെൻ്റാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ നേരത്തെ ഫോൺ വിളിച്ച് ചീട്ടെടുക്കുന്നത് പോലത്തെ പരിപാടി. അപ്പോൾ അങ്ങനെ നിശ്ചിത സമയത്തിന് മൂസ വരികയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അള്ളാഹു അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മൂസ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കി കാണട്ടെ. അപ്പോൾ അവൻ അള്ളാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല, എന്നാൽ ആ മലയിലേക്ക് നീ നോക്കൂ, അത് അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയെ നിനക്കെന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അതിനെ അവൻ പൊടിയാക്കി. മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു. അതായത് അന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാവുന്നു ഏറ്റവും വലിയ വിശ്വാസി എന്നാണ് പറഞ്ഞത് മൂസ അലൈഹിസ്സലാം. موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ഖുർആൻ്റെയും ഹദീസിൻ്റെ വെളിച്ചത്തിൽ വിശദമായിട്ടുണ്ട്. നമ്മൾ തമ്മിൽ പ്രതാപയുടെ ഭാഗമായിട്ടോ ഒക്കെ മറ്റു മതസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഒരു നബിമാരെയും കൂട്ടിയോ കുറച്ചോ കാണാൻ പറ്റില്ല. ആമന റസൂല് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 285-ാമത്തെ ആയത്ത്, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. ഈ ആയത്തിൽ രണ്ടാമത്തെ വരി തുടങ്ങുന്നതിൽ കാണുന്നതാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. അതിൽ പറയുന്നു, അവൻ്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ ഒരു വിവേചനവും ഞാൻ കൽപ്പിക്കുന്നില്ല എന്നതാണ് അവരുടെ നിലപാട്, അതായത് മുസ്ലിങ്ങളുടെ. നമ്മുടെ നിലപാടാണ് ഈ പറയുന്നത് അള്ളാഹു. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ നാണം കെടുത്തരുത്. അള്ളാഹു പറയുകയാണ് നമ്മളൊക്കെ ഈ തരത്തിൽപ്പെട്ടവരാണെന്ന്. അപ്പം നമ്മളിത് പാലിച്ചേ പറ്റുള്ളൂ. നബിമാരെല്ലാവരും സമന്മാരാണ്, നമ്മളെ നന്നാക്കാൻ വന്നവരാണ്. നമുക്കറിയാം റസൂൽ വലിയ ആളാണെന്ന്, അത് നമ്മുടെ വിശ്വാസം. പക്ഷേ മറ്റുള്ളവരോട് അത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം ഇല്ല. عن أبي سعيد الخدري رضي الله عنه قال بين رسول الله صلى الله عليه وسلم جالس جاء يهودي فقال يا أبا القاسم ضرب وجهي رجل من أصحابك فقال من؟ قال رجل من الأنصار قال ادعوه فقال أضربته
قال سمعته بالسوق يحلف والذي اصطفى موسى على البشر قلت أي خبيث على محمد صلى الله عليه وسلم فأخذتني غضبة ضربت وجهه فقال النبي صلى الله عليه وسلم لا تخير بين الأنبياء فإن الناس يساقون يوم القيامة فأكون أول من تنشق عنه الأرض فإذا أنا بموسى آخذ بقائمة من قوائم العرش فلا أدري أكان في من سائق أم حوسب بسائقة الأولى. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.